നേപ്പാൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നേപ്പാൾ. സിൻസ് മൈ ചൈൽഡ്ഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ മറ്റോ ആണ്, 2003. അന്നത്തെ മലയാള മനോരമയിൽ ഞായറാഴ്ച വരുന്ന ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. അതിൽ അന്ന് ഫീച്ചർ ചെയ്തത് നേപ്പാൾ എന്ന കൊച്ചു രാജ്യത്തിലേക്കുള്ള ആരോ എഴുതിയ ഒരു ട്രാവലിംഗ് എന്തോ ആയിരുന്നു. അന്ന് ആ സപ്ലിമെൻ്റ് കട്ട് ചെയ്ത് എൻ്റെ നോട്ട്ബുക്ക് ഡയറിയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നേലും വലുതാകുമ്പോൾ പോകണം, അതും ഒറ്റയ്ക്ക് എന്നൊക്കെയായിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചു വെച്ചത്. ദാറ്റ്സ് മൈ ഫസ്റ്റ് ഓർമ്മ അബൌട്ട് നേപ്പാൾ. നേപ്പാൾ എന്ന ഈ കൊച്ചു രാജ്യം പണ്ട് ഇന്ത്യയുടെ പാർട്ടായിരുന്നു. അതുകൊണ്ടാകാം നമുക്കിപ്പോഴും വിസ ഫ്രീ ആണ്. എപ്പോൾ വേണമെങ്കിലും പോയിട്ട് വരാം. അതുപോലെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള മറ്റൊരു രാജ്യമാണ് ബർമ ഓർ ഭൂട്ടാൻ. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല നേപ്പാളിലേക്ക് പോകുന്നത്, മുന്നേ പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ടേൺ അറൗണ്ട് ഫ്ലൈറ്റ് ആയത് കാരണം അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പോകുന്നത് എനിക്കൊരു 22 hours ലേ ഓവറായിട്ടാണ്. അതുമല്ല, ഞാൻ ഓപ്പറേറ്റിംഗ് ക്രൂ ആയിട്ടല്ല പോകുന്നത്. ദോഹ ടു നേപ്പാൾ ഞാൻ പോകുന്നത് ഡെഡ് ഹെഡിങ് ക്രൂ ആണ്. തിരിച്ചു വരുന്നത് പക്ഷെ ഓപ്പറേറ്റിംഗ് ക്രൂ ആയിട്ടാണ്. വളരെ മനോഹരമായ ഒരു രാജ്യമാണ് കേട്ടോ ഈ നേപ്പാൾ. എവറസ്റ്റിന് തൊട്ട് താഴെ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് മൗണ്ടനിയറിങ്ങിനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എവറസ്റ്റ് ബേസ് ക്യാമ്പും ഇവിടെയാണത്രേ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ ഒരു ലേഡിയുണ്ട്, ബചേന്ദ്രി പാൽ. അവരെ പറ്റി ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് കേട്ട് ഇൻസ്പയർ ആയിട്ട് എനിക്കും എവറസ്റ്റിൽ പോകണം എന്നൊക്കെ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിക്കൂട്ടുമായിരുന്നു. വളർന്നപ്പോൾ പ്രയോറിറ്റീസും ആഗ്രഹങ്ങളും ഒക്കെ മാറി. അപ്പോൾ അങ്ങനെയുള്ള ചില റബലായിട്ടുള്ള ചിന്താഗതിയും മാറി. എങ്കിലും എന്നേലും പറ്റുവാണെങ്കിൽ ജസ്റ്റ് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് വരെയെങ്കിലും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത്തവണ എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടാ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.